ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ ഏകദേശം 20 ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലെയറേജ് ടെസ്റ്റ്നെറ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയറേജ് ടെസ്റ്റ്നെറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. CLI ക്ലയൻറ്റ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഒരു നോഡ് വന്ന ദിവസം മുതൽ ടെലഗ്രാമിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണക്റ്റ് ആവാത്ത ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷ് നഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്യുന്ന ഈ ഒരു ബ്രൗസർ ബേസ്ഡ് നോഡ് ഉണ്ടല്ലോ, ഡെയിലി നമ്മൾ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രൗസർ ബേസ്ഡ് നോഡ് ഇന്ന്, അതായത് മാർച്ച് 22-ാം തീയതി എൻഡ് ആവും. ഇന്നത്തോടെ കഴിയും ഈ ബ്രൗസർ ബേസ്ഡ് നോഡ്. CLI ക്ലയൻറ്റ് ഇപ്പോൾ നമ്മൾ വാങ്ങി പർച്ചേസ് ചെയ്ത് ഇപ്പോൾ റൺ ചെയ്യാൻ പോകുന്ന ഈ CLI നോഡ് 25-ാം തീയതി, അതായത് ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ $5, നിലവിൽ $4 പക്ഷേ ഗ്യാസ് ഫീ അധികം വരുമ്പോൾ $5 മാക്സിമം നിങ്ങൾക്ക് ചിലവുണ്ടാവും. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ അധികം വരുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതല്ല, കാരണം സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കുമോ എന്നുള്ളതാണ് അധികം ആൾക്കാരുടെയും സംശയം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ എന്താണ് ഗുണം, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങളില്ലാത്തതുണ്ടോ അല്ലെങ്കിൽ മോശം ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം എങ്ങനെ ഇതിലേക്ക് കിടക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബിട്രൂ എക്സ്ചേഞ്ചിൽ പുതിയൊരു ഡെപ്പോസിറ്റ് ഇവന്റ് വന്നിട്ടുണ്ട്. പുതുതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർക്കാണ് നിലവിൽ വന്നിട്ടുള്ളത്. പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഡെപ്പോസിറ്റ് ഇവന്റ് വരുമ്പോൾ പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ ബിങ് എക്സിൽ വരുമ്പോൾ ബാക്കിയുള്ള എക്സ്ചേഞ്ചിൽ വരുമ്പോഴൊക്കെ പറയാറുണ്ട്. അതുപോലെ പറയുന്നത് മാത്രം, വേണ്ടവർക്ക് മാത്രം ചെയ്യാം, വേണ്ടാത്തൊരു SG പാർട്ടും സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് $1000 റിവാർഡ്. ഈ റിവാർഡ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കയറി നോക്കുക ഈ ഡെപ്പോസിറ്റ് വേണ്ടി ഉണ്ടോ, ഇപ്പം നിലവിൽ ഉണ്ടോ എന്നുള്ള കാര്യം, എന്നിട്ട് മാത്രം ചെയ്യുക. എനിക്കറിയില്ല എത്ര ദിവസം ഉണ്ടാവുന്നോ, നമുക്ക് തരുന്നൊരു പാർട്ണർഷിപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എത്ര ദിവസം ഉണ്ടാവുന്നോ, എത്ര സമയം ഉണ്ട്, എത്ര ആൾക്ക് ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതുപോലെ സംഭവം വന്നുകൊണ്ട് മാത്രം പറയുകയാണ്. ഞാൻ പുതിയൊരു അക്കൗണ്ട് എടുത്ത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. $1000 റിവാർഡിൽ $980 സ്റ്റേക്കിങ്ങിലേക്കാണ് പോകുക. ട്രയൽ ഫണ്ടാണ് രണ്ടും. എന്താണ് ഈ ട്രയൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഈ ഒരു $20 നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു സിംഗിൾ ട്രേഡിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ട്രേഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വൗച്ചർ പോകും. ഓക്കെ, ഇതെല്ലാം വൗച്ചേഴ്സാണ്. അപ്പോൾ ഈ വൗച്ചർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഓപ്പൺ ചെയ്യാം. ലെവറേജും കാര്യങ്ങളൊക്കെ അവർ പറയുന്ന രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിലും കിട്ടുന്ന പ്രോഫിറ്റ്, നമുക്ക് വെറുതെ കിട്ടുന്ന പ്രോഫിറ്റ് കളയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഡെപ്പോസിറ്റ് $100 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ $1000 വൗച്ചർ കിട്ടും. $980 നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. അത് വലിയ APR ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, കുറേ കാലത്തായത്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ഉപയോഗമല്ല. ഓക്കെ, ഉപയോഗമുള്ളത് ഇതാണ്. $20 കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ഫ്യൂച്ചേഴ്സ് ട്രേഡിൽ നിന്ന് കിട്ടുന്ന ആ ട്രേഡ് വിൻ ചെയ്ത് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഉള്ളത് പുതിയ യൂസേഴ്സിനാണ്. പുതിയ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അക്കൗണ്ട് എടുത്ത് KYC കംപ്ലീറ്റ് ചെയ്യാത്തവർ. ഓക്കെ, അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ലോഗിനും സൈനപ്പ് ഒക്കെ ഉണ്ട്. സൈനപ്പ് കൊടുത്താൽ നിങ്ങൾ ഈ ഒരു സൈനപ്പ് പേജിലേക്ക് വരും. നിങ്ങളുടെ മെയിൽ ID ഗൂഗിളോ അങ്ങനെയാണ് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം, അങ്ങനെ എടുക്കുക. വേണ്ടവർക്ക് ഈ റിവാർഡ് സെന്ററിൽ വന്നിട്ട് പുതുതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർ തീർച്ചയായിട്ടും അക്കൗണ്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ പാർട്ണർഷിപ്പോ കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണ്ടവർ മാത്രം നോക്കി ചെയ്യുക. അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ടാസ്കിലേക്ക് വന്നാൽ കാണാൻ പറ്റും, ലിങ്ക് യുവർ CLI ലൈറ്റ് ക്ലയൻറ്റ് ടു യുവർ വാലറ്റ് എന്ന് പറയുന്ന പുതിയ ടാസ്ക് വന്നിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 ഈ ഒരു എഡ്ജ് പോയിന്റ്സ് കിട്ടും. അതാണ് ആദ്യമുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഒരു നോർമൽ ബ്രൗസർ നോഡിനേക്കാളും എക്സ്ട്രാ ഈ ഒരു CLI ക്ലയൻറ്റ് ഈ ഒരു നോഡിൻ്റെ പോയിന്റ്സും കൂടെ എക്സ്ട്രാ ഡെയിലി കിട്ടും. ഓക്കെ, അപ്പോൾ അത്രമാത്രമാണ് ഗുണം. ഇനി ദോഷം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കിട്ടുന്ന പോയിന്റ്സിൻ്റെ അളവ് കുറയും, അത്ര മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങളുടെ കയ്യിൽ ഈ ഒരു നോഡ് വാങ്ങാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കയ്യിലും $5, ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ആവറേജ് കോസ്റ്റാണ് പറയുന്നത്, ഇതേറിയ കോസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അതിലേക്ക് നമുക്ക് പോവാം. ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെപ്പറ്റി ഷൂട്ട് ചെയ്തതാണ്. കാരണം ഇന്നലത്തെ പ്രോസസ്സ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. ഇന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ കണക്റ്റീവ് കാര്യങ്ങളൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്ത് കണക്റ്റ് ആയിക്കോളും. സെയിം വാലറ്റ് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തില്ല, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു $4 കൊടുത്ത് ഈ ഒരു CLI നോഡ് ക്ലയൻറ്റ് വാങ്ങാൻ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ചെയ്തവർക്ക് മാത്രമേ എയർ ഡ്രോപ്പ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അട്ടർ ബുൾഷിറ്റാണ്, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു CLI ക്ലയൻറ്റ് വാങ്ങണോ വേണ്ടേ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ $4 മുടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് മുടക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, വാങ്ങിയില്ല എന്ന് വെച്ചുകൊണ്ട് എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നോഡ് റൺ ചെയ്ത് ഏൺ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നോഡെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രൗസർ ബേസ്ഡ് നോഡിൻ്റെ കാര്യമാണ് പറയുന്നത്, CLI ക്ലയൻറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇനി CLI ക്ലയൻറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ വാങ്ങാം, അതിനാണ് ഈ ഒരു വെരിഫൈസ് എന്ന് പറയുന്ന സൈറ്റ്, ലിങ്ക് താഴെ കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ഈ ഒരു ലെയറേജിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്ന് അവിടെ തന്നെ കാണാൻ പറ്റും ഈ ഒരു വെരിഫൈസിൻ്റെ ലിങ്ക്. ഓക്കെ, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇന്നലെ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ കാണാൻ പറ്റും
നമ്മുടെ കയ്യിലുള്ള ബാഡ്ജ് ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ സ്റ്റാൻഡേർഡ് പാസ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്ലഡ്ജ് പാസ്സും ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് പാസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ഈ OG പാസ് പെയ്ഡ് ആയിരുന്നു, കൃത്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാസ്സാണുള്ളതെന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോക്ക് വേണ്ടി ബൈ ചെയ്തിരുന്നു, ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലെയറേജിൽ ഏത് വാലറ്റാണ് യൂസ് ചെയ്തത് ആ സെയിം വാലറ്റ് തന്നെ യൂസ് ചെയ്യുക എന്ന കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം, എങ്കിലേ കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ സെയിം വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബൈ നൗ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബേസ് നെറ്റ്വർക്കിൽ ഇതേറിയത്തിൽ നിങ്ങളൊരു $4 വർത്തായുള്ള ഇതേറിയം, അതായത് 0.0020 ഇതേറിയം പേ ചെയ്യണം. അതിനോടൊപ്പം ചെറിയൊരു ഗ്യാസ് ഫീ ഉണ്ടാവും. ഓക്കെ, 0.0001 അല്ലെങ്കിൽ 401 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ചെറിയൊരു ഗ്യാസ് ഫീ ആണ് ബേസ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ. എങ്ങനെ ബേസ് നെറ്റ്വർക്കിലേക്ക് ഇതേറിയം കൊണ്ടുവരാമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാസ് മേടിക്കുന്ന, ഈ ഒരു OG പാസ് മേടിക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും കാണിച്ച് നിങ്ങളെ സമയം കളയുന്നില്ല. കാരണം എന്താണ്, പാസ് പർച്ചേസ് ചെയ്തവരെല്ലാം എന്തായാലും ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പാസിൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ബേസ് നെറ്റ്വർക്കിലേക്ക്, ഈ ബേസ് നെറ്റ്വർക്ക് തന്നെ വേണം, നിർബന്ധമാണ്. ഓക്കെ, നിങ്ങളുടെ വാലറ്റ് മെറ്റാമാസ്ക് ആയിക്കോട്ടെ, OKX ആയിക്കോട്ടെ, ഏതാണെങ്കിലും ബേസ് നെറ്റ്വർക്കിൽ വേണം ഇതേറിയം. ഓക്കെ, ഇവരുടെ എല്ലാ പ്രോസസ്സും ബേസ് നെറ്റ്വർക്ക് വഴിയാണ് പോകുന്നത്. ഇതേറിയം മെയിനെറ്റ് ആണെങ്കിൽ നമുക്കത് ദോഷമാണ്. കാരണം എന്താ, ഒരുപാട് ഗ്യാസ് ഫീ ഉണ്ടാവും. ബേസ് നെറ്റ്വർക്ക് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഫീ വളരെ കുറവാണ്. അപ്പോൾ ബേസ് നെറ്റ്വർക്കിൽ ഇതേറിയാണ് വേണ്ടത്. എങ്ങനെ ബേസ് നെറ്റ്വർക്കിൽ ഇതേറിയം കൊണ്ടുവരാമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് തൊട്ട് മുൻപുള്ള ഈ ഒരു ലെയറേജിൻ്റെ വീഡിയോ കാണാം, എങ്ങനെ പാസ് പർച്ചേസ് ചെയ്യാമെന്നുള്ളതിൽ അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ബേസ് നെറ്റ്വർക്കിലേക്ക് ഇതേറിയം കൊണ്ടുവരാം എന്നുള്ള കാര്യം അത് നോക്കി കുറച്ച് ഇതേറിയം കൊണ്ടുവരാം. ഓക്കെ, വേണ്ട എത്രയാണ്, 0.002 ഇതേറിയം ഈ ഒരു CLA ക്ലയൻറ്റ് വാങ്ങാനും വേണം. കുറച്ച് ഗ്യാസ് ഫീ, ഓക്കെ, ഒരു $0.5 ഒക്കെ വർത്തായുള്ള ഇതേറിയം ഗ്യാസ് ഫീക്കും. ഓക്കെ, അപ്പോൾ ടോട്ടലി നിങ്ങളൊരു $4 to $4.5 മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാലറ്റിൽ കൺഫർമേഷൻ വരും. ജസ്റ്റ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡിപ്ലോയ് നൗ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇന്നലെ വർക്ക് ആവാതിരുന്നത്. അതിനുശേഷം കൺഫേം ക്ലിക്ക് കഴിഞ്ഞാൽ ഡിപ്ലോയ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഡിപ്ലോയ് ക്ലിക്ക് ചെയ്തിട്ട് എറേഴ്സ് വന്നാലും ഈ സക്സസ് ആയാലും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു ലെയറേജിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CLI നോഡ് ക്ലയൻറ്റ് കണക്ട് ആയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇന്നലെ വന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് കീ ഇവിടെ നിന്ന് കിട്ടും. ഈ പബ്ലിക് കീ കൊണ്ട് നമ്മൾ പോയിട്ട് ലെയറേജിൻ്റെ ഡാഷ്ബോർഡിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ഒരു മെയിൻ്റനൻസ് ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഉച്ചയോടെ ഈ ഒരു മെയിൻ്റനൻസ് സ്റ്റോപ്പായി, എല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴും എററാണ് കാണിക്കുന്നത്. പക്ഷേ ലെയറേജിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോഡിൻ്റെ പോയിന്റ്സ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്ലോയ് ആയില്ല എന്ന് വെച്ച് പ്രശ്നമല്ല. നിങ്ങൾ ലെയറേജിൽ കണക്ട് ചെയ്ത സെയിം വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. കുറച്ച് സമയം എടുത്തേക്കാം റിഫ്രഷ് ആവാൻ. അപ്പോൾ അത് 25-ാം തീയതി വരെയാണ് നിലവിൽ ഡേറ്റ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഈ ഒരു ടെസ്റ്റ് നെറ്റ് എൻഡ് ആവുകയാണ്. ഇനി അടുത്ത ഫേസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. നിലവിലെ ഡോക്യുമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ട്വിറ്ററിലൊക്കെ പോസ്റ്റ് കാണുന്നത് ഇതാണ് ഫൈനൽ ഫേസ് എന്നുള്ളതാണ്. ഇനി ഫേസുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, മെയിനെറ്റ് വരികയാണ്. മെയിനെറ്റ് വന്നു കഴിഞ്ഞാൽ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും, വെരിഫൈ CLI ലൈറ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ എററാണ് വരുന്നത്. അപ്പോൾ ഈ എററും കാര്യങ്ങളൊക്കെ സോൾവ് ആവുമായിരിക്കാം. ഇനി ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അത് സോൾവ് ആവാൻ. ടെസ്റ്റ് നെറ്റാണ്, നമ്മൾ വെറുതെ എറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എറേഴ്സ് സോൾവ് ആക്കാനാണല്ലോ ഈ ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്ന ഫേസ് തന്നെ അവർ നടത്തുന്നത്. മെയിനെറ്റ് വരുമ്പോൾ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ടെസ്റ്റ് നെറ്റിൽ എല്ലാ എറേഴ്സും സോൾവ് ആക്കാൻ വേണ്ടി പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ടെലഗ്രാം എയർ ഡ്രോപ്സിൻ്റെ അപ്ഡേറ്റ് ഒന്നും പോസ്റ്റ് ചെയ്യാതെ, അപ്ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേവ് വാലറ്റിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള എയർ ഡ്രോപ്സിൻ്റെ എല്ലാം അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ വെറുതെ ആഡ്സ് കാണാനുള്ള ഓപ്ഷൻ വന്നു എന്നൊന്നും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.